ഇന്ന് നമുക്ക് ഒരു നാടൻ ബോൾ ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നാടൻ കോഴിയാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ഒരു നാടൻ കോഴിയെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കട്ട് ചെയ്ത് അതിൽ നല്ല പീസെല്ലാം എടുത്ത് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയും ചെറിയ എല്ലുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ മുട്ടിയിൽ വെച്ച് നന്നായി വെട്ടി വെട്ടി അറിഞ്ഞ് അതിനകത്ത് എല്ലൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതുപോലെ നമ്മൾ കട്ട് ചെയ്യണം, കുറേശ്ശെ കുറേശ്ശെ എടുത്ത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് അതെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ പ്രീത ചേച്ചി പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഈ കട്ട് ചെയ്ത് വെച്ച സാധനത്തിൽ വേണ്ട ചേരുവകളാണ് ഞാൻ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എൻ്റെ മാജിക് മസാല. അത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ നിങ്ങൾക്കായിട്ടത്. ആ മസാല ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അത് തന്നെ മതി. അപ്പോൾ അതിലെ ഒരു 1/4 ഭാഗം എടുത്ത് നമ്മൾ ആ വലിയ കഷ്ണങ്ങളാക്കിയതിലേക്ക് അതിന് 1/4 ഭാഗം പൊടികളെല്ലാം കൂടെ അതിനകത്തോട്ട് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുക്കറിൽ വേവിക്കണം. അത് കുക്കറിൽ നമ്മൾ വേവിക്കുന്ന ആ സമയം കൊണ്ട് ബാക്കിയിരിക്കണ ആ മസാല ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്നിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ വെച്ചാൽ കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് സബോളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ കൂട്ടിയിട്ട് വേണം വേവിക്കാൻ. അത് ഞാൻ മറന്നുപോയി, ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോയതാണ്. പിന്നെ ബാക്കിയെല്ലാം കൂടെ ബാക്കിയുള്ളത് നമുക്ക് അരയ്ക്കണം. ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ വെട്ടി അറിഞ്ഞുകൊണ്ട് വന്ന എല്ലിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പല പ്രാവശ്യമായിട്ടിട്ട് അരച്ചരച്ചെടുക്കുക. ഇത് നിങ്ങളാരും കൂട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വല്യമ്മയുള്ളപ്പം ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് നാടൻ കോഴിയാണ്, എൻ്റെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. അതിലേക്ക് തേങ്ങയും കൂടി ഇടണം കേട്ടോ. തേങ്ങ ഇത് എല്ലാം അരച്ച് വെച്ചിട്ട് അതിൻ്റെ സാധനത്തോട്ട് തേങ്ങയും കരിയാപ്പലയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കണം. ഞാൻ കഥ മുഴുവൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അമ്മയുള്ള കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഇപ്പോൾ ആരും ഇതിനൊന്നും മെനക്കെടാറില്ല. പക്ഷേ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുന്നില്ല, എനിക്കിപ്പോൾ മടിയില്ല. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തു. എൻ്റെ മക്കൾക്ക് ഇപ്പം ഈ കോഴിയാണോ നാടൻ കോഴിയാണെങ്കിൽ നോർമൽ കറി വെച്ചാൽ അവർക്ക് വേണ്ട. പക്ഷേ ഇങ്ങനെ ഉരുളകളായിട്ട് വെക്കുവാണെങ്കിൽ അവർ കൂട്ടും കേട്ടോ. കാരണം കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അളവും കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മൾ മറ്റേ കുക്കറിൽ വെച്ച് വെന്ത് കഴിയുമ്പോൾ അതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ച ഉരുളകളുണ്ടല്ലോ ആ ഉരുളകൾ ഓരോന്നോരോന്നായിട്ടിട്ട് അത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒത്തിരി മുഴുവൻ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിലേക്ക് സവോളയും പച്ചമുളകും കൂടി കടുക് വറുത്ത് താളിച്ചൊഴിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പച്ചമുളക് അവസാനം ഇടുള്ളൂ. എന്നിട്ട് അത് ഒന്നുകൂടെ തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ ബോൾ ചിക്കൻ റെഡി കേട്ടോ. ഞങ്ങൾ ഈ BV380 മുട്ടക്കോഴി വളർത്തുന്നുണ്ട്. അപ്പോൾ മുട്ടയിടിയിലെല്ലാം നിന്ന് കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ കറി വെക്കുക എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.